പ്രിയപ്പെട്ട നമ്മുടെ സാഹിത്യ കൃതികളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഏടായിരുന്ന ഭാരതപ്പുഴയുടെ അവസ്ഥ അതെങ്ങനെ മാറി, ഭാരതപ്പുഴ എങ്ങനെയൊക്കെ മാറ്റം സംഭവിച്ചു, ഒരു നീർച്ചാല് പോലെ ആയി എന്നുള്ള അവസ്ഥ ആ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമ്മൾ പലയിടത്തും കാണുന്നതാണ്. അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ഏറെ ദുഃഖിപ്പിക്കുന്നതുമാണ്. ഇപ്പോൾ പലയിടത്തും നീർച്ചാൽ മാത്രമായി നിള ഇപ്പോൾ മണലടിഞ്ഞ് ഒരു മരുഭൂമി പോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. നിള ഇല്ലാതാകുമ്പോൾ ഒരു സംസ്കാരം തന്നെ കുറ്റിയറ്റ് പൊക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാര്യം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ള ഒരു അന്വേഷണത്തിലേക്കാണ്, ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എം.ടിയുടെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന നിള, ഭരതൻ്റെയും ലോഹിദാസിൻ്റെയും എം.ടിയുടെയും രഞ്ജിത്തിൻ്റെയും ഒക്കെ സിനിമകളിലെ നിള. ഇതാണ് നമ്മൾ കണ്ടതും കേട്ടതുമായ നിള. പക്ഷേ ആ നിളയ്ക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരു നദി എങ്ങനെ മരണത്തെ മുഖാമുഖം കാണും? അതാണിപ്പോൾ നിളയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ആർത്തലച്ചു പെയ്യുന്ന മഴയത്ത് മാത്രം ഋതുമതിയാകുന്ന നിള. അല്ലാത്തപ്പോൾ മരുഭൂമി പോലെ വെന്തു ജ്വലിച്ചങ്ങനെ കിടക്കും. കടുത്ത ഉഷ്ണത്തിൽ നിളയുടെ സഖിയായ ആറ്റുവഞ്ഞിച്ചെടികൾ പോലും കരിഞ്ഞുണങ്ങി മൃതപ്രായയായി. ഉണങ്ങിയ ചെടികൾക്ക് തീയിട്ടു രസിക്കുന്ന ഇരുകാലികൾ തന്നെയാണ് നിളയെ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് തള്ളിയിട്ടത്. മരുഭൂവൽക്കരണത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടമാക്കിയ നദി നിളയായിരുന്നു. ഊഷരഭൂമിയായി ഒരു നദി പരിണമിക്കുമ്പോൾ രക്ഷയ്ക്കാരും എത്തിയില്ല. മരണാസന്നയായ ഒരു നദിയുടെ എല്ലാ പാരിസ്ഥിതിക ലക്ഷണങ്ങളും നിള കാണിക്കാൻ തുടങ്ങിയത് 3 പതിറ്റാണ്ടെങ്കിലും മുമ്പാണ്. സംസ്കാര സമ്പന്നമായ ഒരു നാട്ടറിവ് ചരിത്രമുണ്ടായിരുന്ന നിള നദി പലയിടങ്ങളിലും ഇന്ന് നീർച്ചാലാണ്. ശരിക്കും നമ്മുടെ ഒരു കൈക്കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കേണ്ട ഒരു ഇടമാണ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴ, നിളാനദി. നമ്മുടെ കുടിവെള്ള സ്രോതസ്സാണെന്ന് കണക്കാക്കാതെ അതിലേക്ക് മാലിന്യങ്ങൾ, പട്ടണ മാലിന്യങ്ങൾ, നഗരമാലിന്യങ്ങൾ ഒലിച്ചു വിട്ടുകൊണ്ടേയിട്ടിരിക്കുന്ന ഒരു ഇടം. അതിനപ്പുറം എന്തൊക്കെ തരത്തിൽ പുഴയുടെ വീതി വ്യത്യാസത്തെ കുറക്കാം, അതിന് എന്തൊക്കെ തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടത്താം എന്ന് ഇപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാരതപ്പുഴയിൽ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ഇത്തരം ഒരു ചിന്തകളിലേക്ക് നമ്മളും നമ്മുടെ നാട്ടുകാരും അതുപോലെ നമ്മുടെ പുതുതലമുറയും എല്ലാം കരുതി മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മൾക്ക് വിജയമുള്ളൂ. നീർക്കാക്കകളും കൊറ്റികളുമൊക്കെയായി അവശേഷിക്കുന്ന ജലത്തിൽ മുങ്ങി നിവർന്ന് എങ്ങോട്ടോ പറവകൾ പറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ജൈവ വൈവിധ്യത്തിന്റെ കലവറ നിളയുടെ സംസ്കാരത്തോട് ചേർന്നു നിന്നിരുന്നു. ഗ്രാമീണ വനങ്ങൾ നാശോന്മുഖമായപ്പോൾ
നിളമണപ്പുറങ്ങൾ മരുഭൂമി കണക്കെ ചുട്ടുപഴുത്തു. നദീമുഖത്ത് ജലസേചന പദ്ധതികൾ ഉയർന്നുകൊണ്ടേയിരുന്നു. പോഷക നദികളെയും മനുഷ്യർ അണകെട്ടി സ്വന്തമാക്കി. നിളയിലേക്ക് ഒഴുകേണ്ട വെള്ളം ആരൊക്കെയോ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. നദീമുഖത്ത് അണകെട്ടുന്നവർ ശിശുഹത്യാപാപം ചെയ്യുന്നവരാണെന്ന് കാളിദാസൻ പണ്ടേ പറഞ്ഞതാണ്. നിളയോരങ്ങൾ പലതും ടൗൺഷിപ്പുകളായി. നിളാമുഖത്തേക്ക് മാലിന്യങ്ങൾ തള്ളി നഗരം ഒരു നദിയുടെ ആത്മാവിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിലുള്ള കാലാവസ്ഥയുടെ പ്രതികൂല വ്യതിയാനത്തിന്റെ പരിച്ഛേദം കൂടിയാണ് നിള. ഈ നദി ഒരു ജനതയ്ക്ക് വെള്ളവും തീരവുമായിരുന്നില്ല. കാർഷിക സംസ്കാരത്തിന്റെ സമ്പന്നമായ ഭൂതകാലമായിരുന്നു. നിളയിലിപ്പോൾ ഒരു സംസ്കാരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, ശവസംസ്കാരം. മനുഷ്യന്റെ എല്ലും മാംസവും ചാരവും അടിഞ്ഞ് നീർച്ചാലുകൾ പോലും മലീമസമായിരിക്കുന്നു. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നുത്ഭവിച്ച് 209 കിലോമീറ്റർ അറബിക്കടൽ വരെ നീണ്ടുകിടക്കുന്ന നദി. ഹ്രസ്വമായ ദൂരങ്ങളിൽ മാത്രം വെള്ളമുള്ള ഒരു നദി ഇങ്ങനെ നീണ്ടുകിടക്കുന്നു. ആധുനിക മലയാളിക്ക് പുഴ ഒരു ജീവിത വികാരമല്ലാത്ത സാഹചര്യത്തിൽ നിള ഇനി ഉയർത്തെഴുന്നേൽക്കുമോ? ഒരു സംസ്കാരത്തിന് നിസ്തുലമായ സംഭാവന ചെയ്ത നിള ഇവിടെ ഏറെക്കുറെ മരിച്ചു കഴിഞ്ഞു. പക്ഷേ നിളയെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ഇനിയുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയാവട്ടെ. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്.